സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം. ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഗൂഢ ഉദ്ദേശത്തോടെയാണ്. യുവതീ പ്രവേശനം നടത്താൻ മുന്നിട്ടിറങ്ങിയ സർക്കാരാണിത്. ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നും അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, അയ്യപ്പ മഹാസംഗമത്തിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഹിന്ദുമത മഹാമണ്ഡലം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും നിലപാട് വ്യക്തമാക്കിയത്? ഏഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തിന്റെ സംഘാടകരായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള നിലപാടാണത്. 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിരവധിയായ ഭക്തജനങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആ കള്ളക്കേസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ നടത്താൻ പോകുന്നത് കൊള്ളത്തരമാണ് എന്ന് ഹിന്ദുമത മഹാമണ്ഡലം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ചില കാര്യങ്ങൾ ഹിന്ദു മത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും ഒന്നാമത് 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭക്തജനങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കണം. ആചാര അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് തെരുവിൽ നാമജപ ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഇറങ്ങിയ ഭക്തജനങ്ങൾക്ക് മേലാണ് സർക്കാർ വേട്ടയാടിക്കൊണ്ട് അവർക്ക് കള്ളക്കേസുകൾ ചുമത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കുന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങണം എന്നുള്ളതാണ് ഹിന്ദുമത മഹാമണ്ഡലം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി, പമ്പയിൽ നിലക്കൽ സർവീസിൽ അമിതമായിട്ടുള്ള ചാർജാണ് KSRTC സർക്കാർ ഭക്തജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. ഇത് കൃത്യമായി അന്യായമായ ഈ ബസ് ചാർജ് വർധനയിൽ തീരുമാനമുണ്ടാകണം. ഭക്തജനങ്ങൾക്ക് സുഗമമായി ശബരിമല ദർശനം നടത്തുന്നതിന് വേണ്ടി KSRTC അന്യായമായി ഇങ്ങനെ ബസ് ചാർജ് വർധനവ് നടത്തുന്നത് തടയണമെന്നുള്ളതാണ് സർക്കാരിന് മുന്നിൽ ഹിന്ദുമത മഹാമണ്ഡലം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആവശ്യം. ഈ ശബരിമലയിൽ ഒരു കുളം കുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. പുതിയ ഭസ്മക്കുളം എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഭസ്മക്കുളം കുത്തുന്നത് അത് ശരിയായ രീതിയല്ല. അത് തടയണം. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നാലാമതായി, ഹിന്ദുമത മഹാമണ്ഡലം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ അയ്യപ്പന് മുന്നിൽ എല്ലാ ഭക്തജനങ്ങളും ഒരുപോലെയാണ്. തത്വമസി എന്നുള്ള ആപ്തവാക്യമാണ് ശബരിമലയിൽ ഉള്ളത്. സമ്പത്തിന്റെ പേരിൽ ശബരിമല തീർത്ഥാടകരെ വേർതിരിക്കുന്നത് അത് അനുകൂലിക്കാനാകാത്ത കാര്യമാണ്. അത്തരത്തിലുള്ള വേർതിരിവ് ഉണ്ടാകാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പിന്തിരിയണം എന്നുള്ളതാണ് ഹിന്ദുമത മഹാമണ്ഡലം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഹൈന്ദവ സംഘടനകളെയും അയ്യപ്പ ഭക്തരെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ദേവസ്വം ബോർഡ് വേണം അയ്യപ്പ സംഗമം വിളിച്ചു ചേർക്കാൻ എന്നുള്ളതാണ് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ സർക്കാരിന് രൂക്ഷമായ വിമർശനമുണ്ട്. സർക്കാർ നേരത്തെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളെ വേട്ടയാടിയ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹിന്ദുമത മഹാമണ്ഡലം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. KP. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.